ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയെ കമ്പനിയിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് സുജ സാഗറിന് മുന്നിൽ വാശി കാണിക്കുകയാണ്. സുജുവിന്റെ ഈ വാശി കാണുമ്പോൾ സാഗർ ചോദിച്ചു പോവുകയാണ്, അല്ല ചേച്ചിയമ്മയ്ക്കാണോ ഇനി തനിക്കാണോ മാനസയെ തിരിച്ചെടുക്കണമെന്നുള്ളതിൽ വാശിയും വഴക്കൊന്നുമല്ല, കാര്യം പറഞ്ഞത് മാനസയെ അലികയിൽ തിരിച്ചെടുക്കണം എന്ന് തന്നെ കടുംപിടുത്തം പിടിക്കുകയാണ് സുജാത. കുറച്ചു കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്നൊക്കെ സാഗർ ഒഴിവുകഴിവ് പറയുമ്പോഴും സുജാത ഒടുവിൽ ചോദിക്കുകയാണ്, സാഗർ ഇപ്പോൾ കൺമണിക്ക് മുമ്പിൽ ഇപ്പോൾ നട്ടല് വളച്ചു തുടങ്ങിയല്ലേ എന്ന്. ഇത്രയും കാലമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ പരസ്പരം തർക്കിച്ചത്. കാരണം എന്താണെന്നറിയാലോ? കൺമണി കാരണം ഇവിടെ എല്ലാവരും തമ്മിൽ അകലാൻ പോവുകയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. കൺമണി എല്ലാവരെയും തമ്മിൽ അകറ്റും. സുജയുടെ ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് സാഗർ. എന്നാൽ സുജ വീണ്ടും പറയും, അവളെ എനിക്ക് എന്റെ മരുമകളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാഗർ. നമ്മളെല്ലാം തോൽപ്പിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് കേൾക്കുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, കൺമണി നമ്മളെ തോൽപ്പിച്ചെന്നോ? എന്തൊക്കെയാ സുജു നീ പറയുന്നത്? കൃഷി നമ്മളെ തോൽപ്പിച്ചെന്ന് പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കാം. പക്ഷേ കൺമണി പാവം കുട്ടിയാ, അതിനെ ആരെയും തോൽപ്പിക്കണമെന്നൊന്നുമില്ല. ആര് ജയിച്ചാലും വിഷമവും ഇല്ല. സാഗർ ഇങ്ങനെ കൺമണിക്ക് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സുജയ്ക്ക് ഒന്നും കൂടെ ദേഷ്യമാവുകയാണ്. കണ്ടോ സാഗറിനെ വരെ അവൾക്ക് വേണ്ടി സംസാരിപ്പിക്കുന്നു. അതാണ് അവളുടെ മിടുക്ക്. അവളുടെ ആ ബുദ്ധിയിലാണ് പാവം നമ്മുടെ കൃഷി വീണു പോയത്. ഇങ്ങനെയൊക്കെ കുറെ കുറ്റങ്ങൾ പറഞ്ഞ്, കൺമണിയെ പറ്റിയുള്ള കുറ്റങ്ങൾ പറഞ്ഞ് സുജ പോകുമ്പോൾ സാഗർ ആകെ വല്ലാതായി പോകുന്നുണ്ട്. സുജ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. കൺമണി ഓഫീസിലെത്തുന്നതും കൺമണി തന്റെ ക്യാബിനിലേക്ക് കയറുന്നതിന് മുമ്പേ കൃഷിന്റെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ അതിനുള്ളിൽ ആരും ഇല്ലെന്ന് മനസ്സിലാക്കുന്നതും കൺമണി ചിന്തിക്കുന്നുണ്ട്, കൃഷ് സാർ ഇതുവരെ വന്നില്ലേ, എന്തായിരിക്കും എന്ന്. അപ്പോഴേക്കും ശ്രീദേവിയാണെങ്കിൽ കൺമണി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മറഞ്ഞു നിന്നുകൊണ്ട്. കൺമണി തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീദേവി പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. കൺമണിക്ക് ഇതിലേക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. അപ്പോഴേക്കും മറ്റൊരു സ്റ്റാഫ് കൺമണിയുടെ അടുത്തേക്ക് വരുമ്പോൾ, കൃഷ് സാർ ഇതുവരെ വന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് കൺമണി അവരോട്. എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, മീറ്റിംഗ് ഒന്നുമല്ല, ആള് നല്ല ടെൻഷനില്ല. കൃഷ് സാറ് ഗസ്റ്റ് റൂമിലുണ്ട്. അത് പിന്നെ ബാംഗ്ലൂർ ഓഫീസിൽ സമരമാണ്, അവിടെ സാലറിയൊക്കെ മുടങ്ങി. ദേവ് സാറും സാഗർ സാറും കൃഷ് സാറിന് വാണിംഗ് കൊടുത്തു. സംഗതി അല്പം സീരിയസാ. കൺമണിക്ക് ഇവരിത് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം നമ്മുടെ ശ്രീദേവിയും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ദേവി വീണ്ടും അവിടെ വന്ന് എത്തി നോക്കുന്നത് കാണുമ്പോൾ കൺമണി ശ്രീദേവിയുടെ പിന്നാലെ പോയിട്ട്, എന്താണ് ഒരു കള്ളലക്ഷണം എന്നിങ്ങനെ ചോദിക്കുന്നത് കേട്ട്, ഞാൻ വാഷ്റൂമിൽ പോകാൻ നിൽക്കുകയായിരുന്നു കൺമണി. ഓ പിന്നെ നിന്റെ ഒരു വാഷ്റൂം, ഞാൻ നിന്നെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചത്. ഇനി മുതൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന് നീ മുമ്പ് വാക്ക് തന്നതൊക്കെ ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു അല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായടി, നായയുടെ വാല എത്ര കൊല്ലം കുഴലിലിട്ടാലും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. ഇതും പറഞ്ഞ് ശ്രീദേവിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൺമണി നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിക്കുകയാണ്, ബാംഗ്ലൂർ ഓഫീസിലെ ഈ കുഴപ്പങ്ങളുടെ എല്ലാത്തിനും പിന്നിൽ മാനസയല്ലേ എന്ന് സത്യം പറഞ്ഞോ? അപ്പോ ശ്രീദേവി കരഞ്ഞുകൊണ്ട് പറയും, സത്യമായിട്ട് എനിക്ക് അറിയില്ല കൺമണി, ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. മാനസ മേഡമായിട്ട് സംസാരിക്കുന്നത് തന്നെ വല്ലപ്പോഴും. കൺമണിയുടെ വിവാഹമൊക്കെ തീരുമാനമായതോടെ മാനസ മേഡം അധികം സംസാരിക്കാറില്ല എന്നോടിപ്പോ. സത്യോ കൺമണി? കൺമണിക്ക് അതൊന്നും വിശ്വാസമായിട്ടില്ല. എങ്കിലും ശ്രീദേവിയോട് പറയും, ശരി, ചിലപ്പോൾ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും, നിന്നെയും മാനസയൊക്കെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നിങ്ങനെ ആക്കി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ അതേസമയം കൺമണിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിനെല്ലാത്തിനും പുറകിൽ മാനസയാണെന്നും. കൺമണി ശ്രീദേവിയുടെ അടുത്തുനിന്ന് പോയതും ശ്രീദേവിക്ക് മാനസയുടെ കോള് തന്നെ വരികയാണ്. മാനസ ചോദിക്കുന്നുണ്ട് ശ്രീദേവിയോട്, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? അപ്പോൾ ശ്രീദേവി അറിയിക്കും, മാഡം മനസ്സിൽ കണ്ട പോലെ തന്നെ ബാംഗ്ലൂർ ഇഷ്യൂ പുകഞ്ഞു തുടങ്ങി. കൃഷ് സാറിനെ ദേവ് സാർ വാൺ ചെയ്തിരുന്നു. സാഗർ സാറും വിളിച്ച് വരട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൺമണിക്ക് മാനസ മാഡത്തിന്റെ മേലെ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്റെ കഴുത്തിലൊക്കെ പിടിച്ച് ഭീഷണിപ്പെടുത്തി. ബാംഗ്ലൂർ വിഷയത്തില് മാഡത്തിന്റെ റോളിനെ കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവൾക്ക് സംശയമൊക്കെ മാറിയെന്ന് തോന്നുന്നു. ശ്രീദേവിയുടെ വാക്കുകളെല്ലാം ചിരിച്ച് ആസ്വദിച്ച് കേട്ട് നിൽക്കുകയാണ് നമ്മുടെ മാനസ. എന്നിട്ട് മാനസ പറയുന്നുണ്ട്, എന്റെ പകരം വീട്ടിലുകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ശ്രീദേവി. ഇന്ന് ബാംഗ്ലൂർ ഓഫീസിൽ സമരമെങ്കിൽ നാളെ അത് ഹെഡ് ഓഫീസിലാകും. മാനസയെ മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എല്ലാവരും. പെണ്ണിന്റെ പക എന്താണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആ കൃഷ് മാത്രമല്ല, അവന്റെ അച്ഛനുണ്ടല്ലോ, ആ സാഗർ, കൺമണിയുടെയും കൃഷിന്റെയും പ്രേമത്തിന് വളം വെച്ചു കൊടുത്തവൻ, അവരുടെ താലികെട്ടിന് മുൻപിൽ നിൽക്കുന്നവൻ, അയാളും ആ ദേവ്ജിയൊക്കെ എന്റെ കാല് പിടിക്കും. നീ കണ്ടോ, അധികം വൈകാതെ തന്നെ ഞാൻ അലികയിൽ മടങ്ങി വരും, ഭരണം തിരിച്ചും പിടിക്കും. അതിന്റെ കാര്യങ്ങള് കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. ശ്രീദേവിക്ക് അതെല്ലാം കേട്ട് സന്തോഷമാവുന്നുണ്ട്. മാഡം ഉണ്ടെങ്കിലേ എന്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്ന് പറയുമ്പോൾ, നീ വിഷമിക്കേണ്ട ശ്രീദേവി, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് ഉറപ്പ് കൊടുക്കുകയാണ് മാനസ തിരിച്ച്. ഇവിടെ കൃഷിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ വല്ലാത്ത സ്ട്രെസ്സിലിരിക്കുകയാണ് കൃഷ്. കൺമണി വന്ന് വിളിക്കുമ്പോൾ കൺമണിയോടും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുന്ന കൃഷിനോട് കാര്യങ്ങളൊക്കെ താൻ അറിഞ്ഞെന്നും അറിയിക്കുന്നുണ്ട് കൺമണി. തുടർന്ന് കൃഷ് സങ്കടത്തോടെ പറയുകയാണ്, ഈ വിഷയത്തില് എല്ലാ ചുമതലയും എന്നെയാണ് അച്ഛനും അതുപോലെ ദേവ് സാറും ഒക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ കൺമണി പറയും, അത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് സാർ. സാർ അലികയുടെ MD അല്ലേ? അലികയ്ക്കുണ്ടായ നേട്ടത്തില് സാറിന് കയ്യടി കിട്ടിയില്ലേ? അപ്പോ കുഴപ്പം സംഭവിച്ചാലും
കുറ്റപ്പെടുത്തലുണ്ടാവും. അതുമാത്രമല്ല, ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തളർന്നിരിക്കുകയാണോ വേണ്ടത്? അതേസമയം കൃഷി സങ്കടത്തോടെ അറിയിക്കുന്നുണ്ട് കൺമണിയെ, എവിടെ തുടങ്ങണമെന്നോ എന്ത് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് അറിയില്ല. കമ്പനിയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ശമ്പളം മുടങ്ങുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മാസത്തെ ടേൺ ഓവർ ആണെങ്കിൽ വട്ടപൂജ്യം. ഞാൻ പറഞ്ഞില്ല, ഇതുവരെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. അത് കേൾക്കുന്നതും കൺമണി കൃഷ്ണനോട് പറയാണ് കേട്ടോ, ഇതുവരെ സംഭവിക്കാത്തതൊക്കെ ഇപ്പൊ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കാരണം എന്തെങ്കിലും ഉണ്ടാവില്ലേ സർ? ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടായതല്ല, പിന്നിൽ ഒരാളുടെ ദുഷ്ടബുദ്ധി ഉണ്ടാകും. ഞാൻ മാനസയെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഉറപ്പിച്ചു പറയാണ് സർ, ഇപ്പൊ അലിഗയിലുണ്ടായിരിക്കുന്ന ഈ ഇഷ്യൂവിന് കാരണക്കാരി മാനസ തന്നെയാ. ലക്ഷ്യം വെക്കുന്നത് സാറിനെയും സാറിലൂടെ എന്നെയും. കൺമണി പറയുന്നത് ശരിയായിരിക്കാമെന്ന് തോന്നുന്നുണ്ട് കൃഷ്ണനും. എങ്കിലും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, അവളിപ്പോ സസ്പെൻഷനിലല്ലേ എന്ന്. അതും മാനസയുടെ ഒരു ബുദ്ധിയാണെന്ന് അറിയിക്കുകയാണ്. സംശയമൊന്നും ആർക്കും വരില്ലല്ലോ. പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവൾ ഉണ്ടാക്കിയത് ഈ സസ്പെൻഷൻ കാലത്തല്ലേ. ഇപ്പോ അലിഗയുടെ നേർക്ക് തിരിഞ്ഞിരിക്കുക. സാറൊന്ന് മാനസയെ ആദ്യം ഒന്ന് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവളെ ചോദ്യം ചെയ്താൽ മനസ്സിലാകും ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്ന്. കൃഷ് അതേസമയം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു തെളിവില്ലാതെ അവളെ വരുത്തി ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. സർ, ഒരു പഴയ ചൊല്ലുണ്ട്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന്. ഇത്രയേ ഉള്ളൂ. അലിഗയിൽ ഒരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം പുറകിൽ മാനസ തന്നെയായിരിക്കുമെന്ന്. അതിന് തെളിവും സാക്ഷികളും ഒന്നും വേണ്ട. പിന്നെ ആ ശ്രീദേവി ഇവിടെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചോർത്താൻ. അവള് വീണ്ടും മാനസയുടെ ആളായി. അതുകൊണ്ട് സാർ ഇപ്പൊ തന്നെ മാനസയെ വിളിക്കണം. എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലെ പ്രശ്നം തീർത്തേ പറ്റൂ. കൃഷി ഇതെല്ലാം കേട്ടിട്ട് കൺമണിയോട് വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ കൺമണി പറയും, ഞാൻ വിഷമിക്കേണ്ടെന്നോ? ഇപ്പൊ സാർ എനിക്ക് MD മാത്രമല്ല, എന്റെ ഭർത്താവും കൂടെയാ. എന്റെ ഭർത്താവ് തളർന്നിരിക്കുന്നത് കണ്ടാലേ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്നെ താലി കെട്ടിയ ആളെ വേദനിപ്പിക്കാൻ ഞാൻ വേറൊരാളെ അനുവദിക്കുകയില്ല. ബാംഗ്ലൂരിലെ പ്രശ്നം സാറിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയല്ലെന്ന് തെളിയിക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടെ ആവശ്യമാണ്. എന്റെ അഭിമാന പ്രശ്നമാണ്. ഇനിയിപ്പോ സാറിന് മാനസയെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ചോളാം. അവളെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിച്ചോളാം. കൺമണിയുടെ ഈ നല്ല വാക്കുകൾ കേട്ട് കൃഷ്ണന് ഒത്തിരി ആശ്വാസം തോന്നുകയാണ്. കൺമണിയുടെ താങ്ക് യു പറയുകയാണ്. തളർന്നിരുന്ന എന്നെ ധൈര്യം തന്ന് നീ ഉണർത്തി. മനസ്സിന്റെ ഭാരം ഇപ്പോൾ വല്ലാതെ കുറഞ്ഞു. കൺമണിക്കും സന്തോഷം. ശേഷം കൺമണിയെ തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തി കൃഷി പറയാണ്, തന്നെ എനിക്ക് തന്നതില് എല്ലാ ദൈവങ്ങളോടും എനിക്ക് നന്ദിയുണ്ട്. ഇപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുക ദൈവങ്ങളോട്. ഇങ്ങനെ പറഞ്ഞ് സ്നേഹത്തോടെ കൺമണിയുടെ നെറ്റിയിലൊരു ചുംബനമൊക്കെ കൊടുക്കുന്നുണ്ട് കൃഷ്. കൺമണി തിരിച്ച് കൃഷ്ണനെയും ചുംബിക്കും. പിന്നീട് ദേവ്സാറിനെ ഒന്ന് കണ്ട് ദേവ്സാറിന്റെ അഭിപ്രായങ്ങൾ ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ് അവര്. ബലരാമനാണെങ്കിൽ മാനസയെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യശ്രീ കോഫിയുമായിട്ട് എത്തുന്നു. ബലരാമന് കോഫിയും കൊടുത്ത് പോകാൻ തുടങ്ങുന്ന ഭാഗ്യശ്രീയെ ബലരാമൻ തടഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ എന്തെങ്കിലും ജോലി തിരക്കുണ്ടോ നിനക്ക്? അപ്പൊ ഭാഗ്യശ്രീ അവിടെ ഇരുന്നിട്ട് പറയും, നീ അഥവാ ജോലി തിരക്കുണ്ടെങ്കിൽ തന്നെ ഏട്ടന് വേണ്ടി ഞാൻ അതൊക്കെ മാറ്റിവെക്കും. അതുകൊണ്ടേ മര്യാദയ്ക്ക് കാര്യം പറ. ബലരാമൻ അത് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ മടി കാരണം വേണ്ടാന്ന് വെക്കും. പിന്നെ പറയാമെന്നൊക്കെ പറയും. ബലരാമൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഭാഗ്യശ്രീക്ക് ദേഷ്യമാവുന്നുണ്ട്. ഇതിപ്പോ വിളിച്ചു വരുത്തിയിട്ട് കഞ്ഞിയില്ല എന്ന് പറയുന്ന പോലെ ആയല്ലോ, മര്യാദയ്ക്ക് കാര്യം പറ. ബലരാമനാണെങ്കിൽ അത് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാതെ ഇങ്ങനെ ജാള്യതയുടെയും ചമ്മലയുടെയും ഒക്കെ ഇരിക്കുമ്പോൾ ഭാഗ്യശ്രീക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനെ പറ്റിയാണ് ബലരാമന് പറയാനുള്ളതെന്ന്. അങ്ങോട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, ഏട്ടന്റെ മനസ്സിലുള്ള ആ പെൺകുട്ടിയെ പറ്റി തന്നെയല്ലേ ഇപ്പൊ പറയാൻ പോകുന്നത്? അല്ല, അത് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ, കേട്ടിട്ടില്ലേ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന്. ഏട്ടന്റെ ഈ മനസ്സിലുള്ളത് ആ മുഖത്ത് കാണാം. പരുങ്ങലും വെപ്രാളവും ചമ്മലും അങ്ങനെ എല്ലാം ഉണ്ട് ആ മുഖത്ത്. ഒടുവിൽ ബലരാമനാണെങ്കിലും നാണത്തോടെ, നീ പറഞ്ഞത് ശരിയാ എന്ന് തന്നെ സമ്മതിക്കുന്നു. എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ബലരാമൻ അങ്ങനെ പറയുമ്പോഴേക്കും ഭാഗ്യശ്രീ സന്തോഷത്തോടെ പറയാ, ഏട്ടന്റെ നാവിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ ഞാൻ എന്തുമാത്രം കാത്തിരുന്നിട്ടുണ്ടെന്നറിയൂ. ഏട്ടനൊരു കുടുംബമായിട്ട് കാണുക എന്നുള്ളത് എനിക്കൊരു പ്രാർത്ഥന പോലെയായിരുന്നു. അവസാനം അത് സംഭവിക്കാൻ പോകുന്നു. പിന്നെ ഏട്ടന്റെ മനസ്സ് കീഴടക്കിയ ആ ഭാഗ്യവതിയുടെ പേരെന്താ? എന്താ എന്റെ നാത്തുവിന്റെ പേര് എന്ന് ഭാഗ്യശ്രീ ചോദിക്കുമ്പോൾ മാനസാന്ന് തുറന്നു പറയുകയാണ് നമ്മുടെ ബലരാമൻ. അത് കേൾക്കുന്നത് ഭാഗ്യശ്രീ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞെട്ടലോടെ വീണ്ടും എന്താന്ന് ചോദിക്കുമ്പോൾ മാനസാന്ന് തന്നെ പറയും ബലരാമൻ. വീണ്ടും സംശയം തോന്നുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മാനസ തന്നെയാണോ എന്ന്. അതുകൊണ്ട് തന്നെ മാനസയുടെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ചോദിച്ചു തുടങ്ങും. മാനസയുടെ വീട് എവിടെയാ, എന്താ ചെയ്യുന്നേ എന്നൊക്കെ. അപ്പൊ ബലരാമൻ പറയും, സത്യം പറഞ്ഞ ആ പെൺകുട്ടിയുടെ പേരല്ലാതെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അറിയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് ആശുപത്രിയിൽ ഞാൻ അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോ ഒരു പെൺകുട്ടി രക്ഷിച്ച കാര്യം പറഞ്ഞില്ലായിരുന്നു. ഈ മാനസ തന്നെയാണ് ആ പെൺകുട്ടി. അപ്പോഴേക്കും ഭാഗ്യശ്രീയുടെ മുഖം ആകെ വാടിയിരുന്നു. ബലരാമൻ അത് കണ്ടിട്ട് എന്നെ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ഈ ആലോചിക്കുന്നേ? നിന്റെ മുഖത്തെ ഉത്സാഹമൊക്കെ പോയ പോലെ തോന്നുന്നു. കാരണം എന്താ? എന്നാൽ ഭാഗ്യശ്രീ അത് എന്താണെന്ന് തുറന്നു പറയുന്നില്ല ബലരാമനോട്. തനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം തന്നെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പൊ ബലരാമൻ വീണ്ടും പറയാ, എനിക്ക് ആ മാനസയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. നീ തന്നെ മുൻകൈ എടുത്ത് അത് നടപ്പിലാക്കി തരണം. അതെന്നോട് പ്രത്യേകിച്ച് പറയണം ഏട്ടാ. ഏട്ടന്റെ കല്യാണം നടത്താൻ ഞാൻ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ആദ്യം പെണ്ണിന്റെ ചുറ്റുപാടുകളും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അറിയണമല്ലോ, എന്നിട്ട് വേണ്ടേ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന രീതിയിലാണ് ബലരാമൻ സംസാരിക്കുന്നത്. അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവളെ അറിയാം.
അതിനപ്പുറം ഇനി എന്ത് ഡീറ്റെയിൽസാ വേണ്ടത്? അവളുടെ ജാതി, മതം, സാമ്പത്തിക ചുറ്റുപാട്, കുടുംബ പശ്ചാത്തലം, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല മോളെ. അവൾ ആരായാലും ശരി, വളരെ നല്ല മനസ്സുള്ളവളാണെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ ഭാഗ്യശ്രീ അപ്പോഴും പറയും, അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ ഏട്ടാ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഭാഗ്യശ്രീ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബെല്ലാമൻ ചോദിക്കുന്നുണ്ട്, മോൾക്ക് എന്താ പറ്റിയത്? കല്യാണക്കാര്യം പറയുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്നും ആ കുട്ടി ഇപ്പൊ തന്നെ കാണണമെന്നൊക്കെ പറയുന്ന ഞാൻ കരുതിയേ. പക്ഷെ മാനസ എന്ന പേര് കേട്ടതു മുതൽ നീ എന്തോ ഡള്ളായതുപോലെ. എന്തായാലും ബെല്ലാമനെ നിരുത്സാഹപ്പെടുത്തണ്ടെന്ന് കരുതിക്കൊണ്ട് ഭാഗ്യശ്രീ തന്റെ മനസ്സിലുള്ള ഒന്നും അപ്പ തുറന്നു പറയുന്നില്ല. താൻ ഡള്ളായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ തലയിൽ ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വന്ന് വീണില്ലേ. ഒരു കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ചില്ലറ കളിയൊന്നുമല്ല. പെണ്ണ് കാണല്, ബന്ധുക്കളെ വിളിക്കല്, വസ്ത്രം എടുക്കല്, പെണ്ണിന്റെ വീട് കാണാൻ പോകല്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ എനിക്ക് ക്രമീകരിക്കാനുണ്ട്. അതിനിടയ്ക്ക് ചില ചിന്തകളൊക്കെ വന്നു പോകും, അത്രയേ ഉള്ളൂ. ബെല്ലാവനും അത് വിശ്വസിച്ച് പോകുന്നു. അപ്പൊ നമുക്ക് ആദ്യം പെണ്ണ് കാണൽ. ഏട്ടൻ്റെ ഒരു കാര്യം ചെയ്യ്, മാനസയെ ഒന്ന് വിളിക്ക്, ഞങ്ങളൊന്ന് കണ്ട് സംസാരിക്കട്ടെ എന്നുള്ള ഭാഗ്യശ്രീയുടെ ആവശ്യം കേട്ടിട്ട് അതിനെന്താ ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞ് ബെല്ലാമൻ വേഗം ഫോൺ എടുത്ത് മാനസയെ വിളിക്കാൻ ഒരുങ്ങുകയാണ്. തുടർന്ന് ബെല്ലാമൻ തന്റെ ആവശ്യം മാനസയെ അറിയിക്കുകയാണ്, തനിക്കൊന്ന് നേരിൽ കാണണമെന്ന്. മാനസ അത് കേട്ടതും അതിനെന്താ, കാണാലോ, ദാ ഇപ്പൊ വേണമെങ്കിൽ അതിനും ഞാൻ റെഡി, എവിടെ വരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ വന്നിരിക്കും. ഭാഗ്യശ്രീയുടെ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ബെല്ലാമൻ. ഇപ്പൊ തന്നെ കാണണമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ തന്നെ വന്നോളാൻ പറയുന്നുണ്ട് ഭാഗ്യശ്രീ. അതനുസരിച്ച് ബെല്ലാമ മാനസയോട് പറയും, മാനസ ഞങ്ങൾ അങ്ങോട്ട് വരാം. മാനസയ്ക്ക് സംശയം തോന്നുകയാണ്, ഞങ്ങളെന്ന് പറയുന്ന ആരെയാണെന്ന്. ബെല്ലാമ പറഞ്ഞു കൊടുക്കും, അത് പിന്നെ ഞാനും എൻ്റെ സഹോദരിയും. ഇതറിയുന്നത് മാനസയ്ക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. ഭാഗ്യശ്രീക്ക് മാനസയെ ഒന്ന് കാണണമെന്ന് ബലരാമൻ പറയുന്നത് കേട്ട് അതെന്തിനാന്ന് ചോദിക്കുന്ന മാനസയോട്, അതൊക്കെയുണ്ട്, ആദ്യം നിങ്ങളൊന്ന് കാണ്. മാനസയ്ക്ക് സന്തോഷം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഭാഗ്യശ്രീ പറയാൻ പോകുന്നത്. എന്തായാലും ഭാഗ്യശ്രീയെ കാണാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല മാനസ. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകാൻ വേണ്ടിയിട്ട് മാനസ ഒരു അടവ് പ്രയോഗിക്കുകയാണ്. അത് പിന്നെ ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചേ, ഇന്നിപ്പോ അച്ഛൻ്റെ നാട് വരെ പോവുകയാണ്, തിരിച്ചു വന്നാലും ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു തീർത്ത് മാനസ വേഗം ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ശേഷം ഭാഗ്യശ്രീയും മാനസ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയിക്കും. അച്ഛൻ്റെ നാട് വരെ പോവുകയാണെന്നും അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ. അല്ല, ഇപ്പൊ തന്നെ കാണാമെന്ന് പറഞ്ഞതാണല്ലോ, അതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ബലരാമനും സ്വയം പറയുന്നു. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും തിരക്ക് വന്നതായിരിക്കാം എന്ന് ഊഹിക്കുന്നു. ബലരാമൻ അങ്ങനെ തന്നെ ചിന്തിച്ചോട്ടെ എന്ന് കരുതി ഭാഗ്യശ്രീയും അതിനെതിരൊന്നും പറയാതെ അങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പറയാണ്. ബലരാമനോട് ആ രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും മാനസയെക്കുറിച്ച് സംശയം തോന്നിയിരിക്കുന്ന ഭാഗ്യശ്രീക്ക് അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെ ഉറപ്പിക്കുകയാണ് മനസ്സിൽ. ബലരാമൻ കുളിക്കാൻ പോയ തക്കം നോക്കി ബലരാമന്റെ ഫോൺ എടുത്ത് പിന്നീട് ഭാഗ്യശ്രീ നോക്കുകയാണ് കേട്ടോ. ശേഷം മാനസയുടെ ഫോൺ നമ്പർ എല്ലാം തന്റെ ഫോണിലേക്ക് കോപ്പി ചെയ്ത് ആ നമ്പർ തന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണ് ഭാഗ്യശ്രീ. എന്നിട്ട് അവരെ വിളിച്ച് പറയും, ഞാനിപ്പോൾ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്, അത് ആരുടെ നമ്പറാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, ആളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അയക്കണം എന്ന്. പിന്നീട് കൺമണി ദേവ്ജിയോടും പറയുകയാണ്, ബാംഗ്ലൂരിലെ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ മാനസയാണെന്നും അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എല്ലാം ചോദിച്ചറിയണമെന്നും. ദേവ്ജി അപ്പോൾ പറയുന്നുണ്ട്, കൺമണിയുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും, മാനസ തന്നെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ കൺമണി, ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ ഭാഗമായിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് കൃത്യമായ തെളിവുകൾ വേണ്ടേ? തെളിവുകളെ പറ്റി ചോദിക്കുമ്പോൾ കൺമണി ദേവ്ജിയോടും പറയുന്നുണ്ട്, മനസ്സയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തെളിവുകൾ? അടിമുടി കള്ളുമായിട്ട് ജീവിക്കുന്നവളാണ് അവൾ, അവളെ വിളിക്കണം സർ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ സകല കുറ്റവും ഏൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായി സാഗർ സാറിന്റെ കൂടെ അനുവാദം മേടിക്കാമെന്ന് ഏൽക്കുന്നുണ്ട് മാഹിയും. കൺമണി ദേവ്ജി ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മൾ നഷ്ടമാക്കുന്ന ഓരോ മിനിറ്റും അവൾക്ക് ജയിക്കാനുള്ള അവസരങ്ങളായിട്ട് മാറുകയാണ്. ഇനി എന്താണ് അവളുടെ അടുത്ത് നീക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. നമ്മളിങ്ങനെ സംശയിച്ചു നിന്ന് അവൾക്ക് ജയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അറിയാലോ, അവളൊരു വൈറസാ. ബാംഗ്ലൂർ ഓഫീസിൽ അവളുടെ പ്ലാനുകൾ വിജയിച്ചാൽ ഓരോ ബ്രാഞ്ചിലും അവൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങും. വേരോടെ പിഴുതി കളയണം. അതുകൊണ്ട് അതിനവളെ ഇങ്ങോട്ട് വരുത്തിയേ പറ്റൂ. അലിഗയിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇത്രയും കാലം എല്ലാം സഹിച്ചില്ലേ. പക്ഷേ ഇത്തവണ നമ്മൾ കൃത്യമായിട്ട് നീങ്ങണം, ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് അവളെ വരുത്തണമെന്ന്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ കൊണ്ട് പറയിപ്പിക്കണം. ഞാൻ തന്നെ പറയിപ്പിച്ചോളാം. സ്വന്തം സ്ഥാപനത്തെ തകർക്കാൻ നോക്കിയവളെ വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ കൺമണിയുടെ വാക്കുകൾ കേട്ട് മനസ്സെ വിളിക്കാമെന്ന് തന്നെ തലകുലുക്കി സമ്മതിക്കുകയാണ് നമ്മുടെ ദേവ്ജിയും.